രാഷ്ട്രീയം പറയുമ്പോൾ ഒരല്പം ഗൗരവം വേണമെന്ന പക്ഷക്കാരൻ. കാരണം രാഷ്ട്രീയം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ആരെങ്കിലൊക്കെ പറഞ്ഞുള്ളത് സഖാവെ കുറച്ചൊന്ന് ലൈറ്റായിട്ട് പിടിക്കാം എന്നാരെങ്കിലൊക്കെ പറഞ്ഞു. ആദ്യം നിങ്ങളിപ്പോൾ പറയുന്നു നിങ്ങൾ കുറച്ചുകൂടി മുൻപിൽ നിൽക്കുന്നവർ ഞാൻ കുറെ കൂടി ഇളയതായതുകൊണ്ട് ആ കണക്ഷൻ്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ ഫാൻസ് ഉണ്ടല്ലോ ശിവപ്രസാദ്. ഇപ്പൊ മീനാക്ഷിയുടെ ആ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചിരുന്നോ? ആ ചേട്ടൻ SFIയിലെ ഒരു ചേട്ടനുണ്ടല്ലോ. യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളോടും ചോദിക്കാൻ ധൈര്യപ്പെടാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് ഈ ചോദ്യം. കാരണം ഇങ്ങനെ ഓപ്പണായി സംസാരിക്കുന്ന ഒരാളല്ല. ഇൻട്രോവേർട്ട്, അതായത് നമ്മുടെ ഇത്രയും സംസാരിക്കുന്ന എന്നെ നിങ്ങൾ ഇൻട്രോവേർട്ട് എന്ന് വിളിച്ചാൽ എന്നെ അറിയാവുന്നവർ നിങ്ങളിത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഓടിക്കും. കേരളത്തിലെ കോൺഗ്രസ്സുകാർ മതനിരപേക്ഷയുടെ കുപ്പായം ഇലക്ഷൻ ആകുമ്പോൾ ഇപ്പോൾ എടുത്തണിഞ്ഞ് വളരെ നല്ല സുന്ദരക്കുട്ടപ്പന്മാരായി നമ്മളിങ്ങനെ അവതരിക്കുന്നുണ്ട്. നല്ല കാര്യം, സന്തോഷം. അത് പൊളിറ്റിക്കലി പേഴ്സണലായ ഒരു പ്രശ്നമാണ് കേസുമായിട്ടുള്ളത്. പൊളിറ്റിക്കലി പേഴ്സണലായ പ്രശ്നം. റബ്ബേ എന്ന് വിളിച്ചത് ഈ കേരളത്തിനകത്ത് സാധാരണപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ, സ്നേഹത്തോടെ അല്ലല്ലോ വിളിച്ചത്. ബാലസംഘത്തിലൂടെ വളർന്നു വന്ന് പിന്നീട് ഇപ്പോൾ SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുകയാണ് ശിവപ്രസാദ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വളർച്ചേനെ ശിവപ്രസാദിനെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു വളർച്ചയോ തളർച്ചയോ ഘട്ടമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. സംഘടനാ പ്രവർത്തനമാണ്. പല ഘട്ടങ്ങളിൽ പല നിലവാരങ്ങളിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തും. ബാലസംഘത്തിൻ്റെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ എൻ്റെ സംഘടനാ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 10 വയസ്സാണ്. സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയായി സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ പഠനമുണ്ട്. MBA പഠിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ പഠനവും സംഘടനാ പ്രവർത്തനവും തിരുവനന്തപുരം അത്യാവശ്യം ബാലസംഘ സംസ്ഥാന കേന്ദ്രത്തെ സഹായിച്ച് പഠനം കഴിഞ്ഞ് തിരികെ MBA പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കോവിഡ് എന്ന നമ്മളെല്ലാം ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ടൊരു സംഭവം ഉണ്ടാകും. ഞാനിപ്പോഴും ഓർത്തെടുക്കുന്നത് സാധാരണഗതിയിൽ ഒരു ശനിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന പോലെയാണ് കോവിഡ് സമയം തുടങ്ങുന്ന സമയം. ആ ഒരു ഇയർ എൻഡിങ് സമയം കൂടിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണ് 19 ഡിസംബർ മാസം അവസാനം. ബാഗ് എടുത്ത് വീട്ടിലേക്ക് വരികയാണ്. വളരെ നോർമലായി ഒരു സാധാരണ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന പോലെയാണ് വരുന്നത്. അതിനുശേഷമാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നെ പൂർണ്ണമായി നാട്ടിലാണ്. ആ സമയത്താണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിയോഗിക്കുന്നത്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, ജയിച്ചു. 5 വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തുടരുന്ന അവസരത്തിലാണ് SFIയുടെ ജില്ലാ സെക്രട്ടറിയായി ആലപ്പുഴയിൽ. SFI സംഘടനാ പ്രവർത്തനം ബാലസംഘം ഉള്ളത് 2015 മുതൽ ഞാൻ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആലപ്പുഴയിൽ. അപ്പോൾ ആ പ്രവർത്തനം ദീർഘകാലങ്ങളായി തുടരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കോവിഡിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി ആവുന്നത്. അതിനുശേഷം SFI സംഘടനാ പ്രവർത്തനത്തിലാണ് പൂർണ്ണമായി കേന്ദ്രീകരിച്ചത്. അങ്ങനെ പൂർണ്ണമായി കേന്ദ്രീകരിച്ച് പിന്നെ SFI സംസ്ഥാനം പല ചുമതലകളാണ്, പല സമയം പല ചുമതലകൾ നിയോഗിക്കപ്പെടുന്നതനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളത്. സാധാരണ നമ്മളൊക്കെ സംസാരിക്കുന്ന ആ ഒരു ഭാഷയെന്ന് ഇപ്പം നമ്മുടെ മുതിർന്ന CPM നേതാക്കളൊക്കെ സംസാരിക്കുന്ന ഒരു അച്ചടി ഭാഷയുണ്ടല്ലോ, ആ ഭാഷ ഈ SFI ബാലസംഘം മുതൽ തുടങ്ങിയത് കൊണ്ടാണോ ഇങ്ങനെ ഭാഷ, അതോ പൊതുവെ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്? ഞാൻ പൊതുവിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അല്ലാതെ പൊതുവിൽ നമ്മുടെ ഭാഷ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും ഇതേ ഭാഷ തന്നെയാണോ? വിഷയം അനുസരിച്ചിരിക്കും. സാധാരണഗതിയിൽ ഒരാളുടെ ഭാഷാ ശൈലി തീരുമാനിക്കപ്പെടുന്നത് സംസാരിക്കുന്ന വിഷയത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായി ഫോണിൽ സംസാരിക്കുന്ന ഭാഷയിലല്ല നേരിട്ട് സംസാരിക്കും. അത് സീരിയസ് ആണ് കാര്യമാണെങ്കിലും അല്ലാത്ത കാര്യമാണെങ്കിലും ഫോൺ പല നിലയിൽ പല ശൈലി ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെതായ നിലയിൽ സംസാരിക്കുന്നു, അല്ലാതെ സംസാരിക്കുമ്പോൾ ആ നിലയിൽ സംസാരിക്കും. പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ ഒരല്പം ഗൗരവം വേണം എന്ന പക്ഷക്കാരൻ. കാരണം രാഷ്ട്രീയം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ യുവാക്കളായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കും, അതായത് ജെൻസ്, നമ്മുടെ കാറ്റഗറി അല്ലെ ജൻ ആൽഫ, ഇനിയിപ്പോൾ വരുന്ന ജൻ ആൽഫ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്? ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. ഈ ഭാഷ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് മലയാളമാണ്, അതിന്റെ അല്ല. ആരെങ്കിലൊക്കെ പറഞ്ഞുള്ളത് സഖാവെ കുറച്ചൊന്ന് ലൈറ്റായിട്ട് പിടിക്കാം എന്നാരെങ്കിലൊക്കെ പറഞ്ഞു. ആദ്യം നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി മുൻപിൽ നിൽക്കുന്നവർ ഞാൻ കുറെ കൂടി ഇളയതായതുകൊണ്ട് ആ കണക്ഷന്റെ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സംസാരിക്കുന്നതിനകത്ത് എപ്പോഴും ഗൗരവം വേണം, അല്ലാതെ ചിരിക്കാതിരിക്കണം എന്ന അഭിപ്രായക്കാരനെയല്ല ഞാൻ. നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചിരിക്കണം, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കണം. ആ പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. ഞാൻ പറയുന്ന ഭാഷ എൻ്റെ കൂടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനസ്സിലായാലും നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ രാഷ്ട്രീയ നടത്തുന്ന കാര്യമില്ല. പക്ഷെ രാഷ്ട്രീയം ഗൗരവമുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പ്രസംഗത്തിലൊക്കെ ഒരു കരുത്തുറ്റ രീതിയിൽ നിൽക്കുന്ന ആളാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു പൊതുവായ ചിന്താഗതിയെ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ വ്യക്തിപരം, ഇപ്പോൾ നിങ്ങൾ പേഴ്സണലായ ഒരു ചോദ്യമാണ്, നമ്മൾ തുടങ്ങിയ തന്നെ പേഴ്സണലായ ചോദ്യം. വ്യക്തിപരം ഞാൻ പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഒരു പ്രസംഗവേദിയിൽ പോലും പങ്കെടുത്ത ഒരാളല്ല ഞാൻ. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഒരു പ്രസംഗവേദിയിലും പങ്കെടുത്ത ഒരാളല്ല ഞാൻ.
മത്സര ഇനങ്ങളോട് ആ നിലയിൽ ഒരാമുഖ്യം പുലർത്തിയ ആളെ ആയിരുന്നില്ല ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ. എന്നെ 2 വാക്ക് സംസാരിക്കാൻ പ്രാപ്തമാക്കിയത് ബാലസംഘമാണ്. ബാലസംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ എന്നെ സ്വാഗതം പറയാൻ ക്ഷണിക്കാം. യോഗം കൂടുമ്പോൾ സ്വാഭാവികമായി യോഗത്തിൻ്റേതായ ഔപചാരികത ഉണ്ടാകും. കുട്ടികളുടെ യോഗമാണെങ്കിൽ ഔപചാരികത ഉണ്ടാകും. സ്വാഗതം പറയാൻ വിളിക്കാം. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, ഞാൻ ഇതുവരെ ഒരു പൊതുവേദിയിലും പ്രസംഗിച്ചിട്ടില്ല. കലോത്സവ വേദികളിൽ കൈയടക്കിയിട്ടില്ല, കലോത്സവ വേദികൾ മത്സരിച്ചിട്ടില്ല. പ്രൈസ് കിട്ടുമായിരിക്കും. പ്രസംഗം അത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. കിട്ടുമോ ഇല്ലോ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ മത്സരിച്ചിട്ടില്ല. അവിടെ ഒരു യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ സ്വാഗതം പറയാൻ ഒരു കുട്ടിയെ വിളിക്കുമ്പോൾ, അതെൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണ്, 11 വയസ്സാണ്. ഒരു 11 വയസ്സുകാരനെ വിളിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു അങ്കലാപ്പുണ്ട്. സ്വാഭാവികമായി നമുക്കെല്ലാവർക്കും സ്റ്റേജ് ഫിയർ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ആ ഒരു സഭയെ അഭിമുഖീകരിക്കാനുള്ളൊരു പ്രയാസം നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ അന്ന് ഒരു 11 വയസ്സുകാരൻ എത്രത്തോളം ഉണ്ടാവും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അന്ന് ഞാൻ ആ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ ശേഷം, സ്വാഗതം പറഞ്ഞപ്പോൾ സ്വാഭാവികമായി സ്റ്റാബറിങ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ തട്ടിമുട്ടിയാണത് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ ഒരു പ്രതികരണം തിരിച്ച് എന്നോടുള്ള ഒരു പ്രതികരണം നന്നായിരുന്നു എന്നൊരു വാക്ക് എൻ്റെ ബാലസംഘത്തിലെ മുതിർന്ന കൂട്ടുകാരും അവിടുത്തെ കുട്ടികളും അവരുടെ ഒരു കയ്യടി, ആ കയ്യടിയാണ്, ആ പ്രോത്സാഹനമാണ് ഇന്ന് ഏത് വേദിയിൽ ചെന്നാലും നിങ്ങളോടാണെങ്കിലും ആരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രയാസമില്ലാതെ എന്നെ മുന്നോട്ട് നയിക്കാൻ പ്രേരകമാകുമെന്ന് വിശ്വസിക്കുന്നതാണ്. പൊളിറ്റിക്സിനോടൊരു ഇൻട്രസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? തുടക്കത്തിൽ ഒരു 11 വയസ്സുകാരനാണെന്ന് പറഞ്ഞു. ആ 11 വയസ്സുകാരൻ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം തോന്നുക, അല്ലെങ്കിൽ ഒരു ഈ രാഷ്ട്രീയമാണ് എൻ്റെത്, അങ്ങനെ എങ്ങനെ തോന്നുക? അതിൻ്റെയും കാരണം ഒരുപക്ഷെ ബാലസംഘമാണ്. ബാലസംഘത്തിലേക്ക് എത്താൻ മീൻസ് ഫാമിലി ആയിട്ട് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി ആണോ, എങ്ങനെയാണ് ഒരു താല്പര്യം വരില്ലേ നമുക്ക് ഇവരുടെ കൂടെ പോയേക്കാം? എൻ്റെ അപ്പൂപ്പൻ പ്രദേശത്തെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അപ്പൂപ്പൻ. അമ്മ എന്നാൽ നേരെ തിരിച്ച് പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ ആളാണ് എൻ്റെ അമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ്. എൻ്റെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് പ്രചരണത്തിന്. അന്നായിരിക്കും ഒരു പക്ഷേ എൻ്റെ അമ്മ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പരമ്പരാഗതമായ അത് നമുക്ക് ഒരു കാരണവശാലും നോക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ വിശ്വാസമാണ്. കാരണം അമ്മ ഒരു പരമ്പരാഗത കോൺഗ്രസ്സുകാരിയാണെന്ന ബോധ്യം എനിക്കുണ്ട്. അവരുടെ കുടുംബം ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് സ്വാഭാവികമായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പിൽ അമ്മ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് 10 വയസ്സ് 11 വയസ്സൊക്കെ ഉള്ള സമയത്തല്ലേ പറയുന്നത്? അതെ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അമ്മ ഇടതുപക്ഷത്തിൽ. അപ്പോൾ അമ്മയ്ക്ക് രാഷ്ട്രീയത്തോട് പൊതുവിൽ അങ്ങനെ താല്പര്യമുള്ള ഒരാളല്ല. അച്ഛൻ അങ്ങനെ രാഷ്ട്രീയത്തോട് അത്ര ആമുഖ്യമുള്ള ഒരാളുമല്ല. അമ്മയും അച്ഛനും രാഷ്ട്രീയ പ്രവർത്തനത്തോട്. എന്നാൽ അപ്പൂപ്പൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ എത്തിക്കുന്നത്. അദ്ദേഹമാണ് ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ അടുത്ത് അഭിമുഖീകരിക്കാൻ എൻ്റെ വിദ്യാഭ്യാസത്തിലെല്ലാം എന്നെ ഒരുപാട് സഹായിക്കുന്ന എൻ്റെ അച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന അച്ചച്ചനാണ്. അപ്പോൾ അങ്ങനെയാണ് ബാലസംഘത്തിലേക്ക് എത്തുന്നത്. ബാലസംഘത്തിലെത്തിയതിന് ശേഷമാണ് നാടിനെ സംബന്ധിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് മാത്രമല്ല, അല്ലേ? പാഠപുസ്തകങ്ങൾ ഇന്ത്യ മമ്മൂട്ടി പറയുന്ന പോലെ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് മാത്രമല്ല നമുക്ക് ചുറ്റും നടക്കുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ഭാഗമാകണം എന്നൊരു ചിന്താഗതി എനിക്കുണ്ടാകുന്നത് ബാലസംഘത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴാണ്. ആ ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സജീവമായ SFI സംഘടനാ പ്രവർത്തനത്തിലേക്കും പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ പ്രവർത്തനത്തിലേക്കും ഞാൻ വരുന്നത്. ഇപ്പോൾ SFI എടുത്ത് നോക്കുകയാണെങ്കിൽ 10 വർഷം മുമ്പ്, അതായത് UDF സർക്കാർക്ക് ഭരണത്തിലുള്ള സമയത്തുള്ള ആ രീതിയിലുള്ള ഒരു ആർജവത്തോടുള്ള സമരങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. അതായത് LDF ആയതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഗവർണർക്കെതിരെയുള്ള സമരമായാലും VC-ക്കെതിരെയുള്ള സമരങ്ങളും അത്രയും സമരങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഗവൺമെൻറ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ SFI സമരം ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ 10 വർഷ കാലയളവിൽ SFIയുടെ നയങ്ങളിലോ നിലപാടുകളിലോ അല്ലെങ്കിൽ പ്രവർത്തന രീതികളിലോ മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? SFIയുടെ പരിപാടിയിലോ SFI ഉയർത്തുന്ന ആശയങ്ങളിലോ വ്യത്യസ്തമായൊരു മാറ്റവും 10 വർഷക്കാലം കൊണ്ട് വന്നിട്ടില്ല. എന്നാൽ മാറ്റത്തിനനുസൃതമായി ചില നിലപാടുകൾ സ്വാഭാവികമായി SFI എന്ന സംഘടനയ്ക്കല്ല, ലോകത്തുള്ള എല്ലാ സംഘടനകൾക്കും സ്വീകരിക്കേണ്ടതായി വരും. അങ്ങനെ ചില സാഹചര്യങ്ങൾക്കനുസൃതമായി സ്വീകരിച്ച നിലപാടുകളല്ലാതെ സ്ഥായിയായി ഒരു നിലപാട് മാറ്റവും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ SFIയെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ
നിങ്ങൾ ഈ സമീപകാല കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് 1970 എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. 70 മുതലുള്ള 55 വർഷക്കാലത്തെ എസ് എഫ് ഐയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ വിദ്യാർത്ഥി വിരുദ്ധമായ ഒന്നിനോടും സന്ധി ചെയ്യാതെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയും. അവിടെ ഒന്നിനോടും എസ് എഫ് ഐ സന്ധി ചെയ്തിട്ടില്ല. ഒരു ഭരണകൂടത്തോടും എസ് എഫ് ഐ സന്ധി ചെയ്തിട്ടില്ല. ഒരു നിലയിലുള്ള ഭരണവർഗ ആശയങ്ങളോടും എസ് എഫ് ഐ സന്ധി ചെയ്തിട്ടില്ല. എസ് എഫ് ഐ എല്ലാ കാലത്തും കലഹിച്ചിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ കലഹം വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, രാജ്യത്ത് അതിസങ്കീർണമായ വിദ്യാർത്ഥി വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ആ സങ്കീർണമായ വിദ്യാർത്ഥി വിഷയങ്ങളുടെ ഭാഗമായി സമരങ്ങൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമായി കേരളത്തിൽ എസ് എഫ് ഐക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തി നടത്തുന്ന വിവിധങ്ങളായ സമരങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഒട്ടനേകം സമരങ്ങൾ ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചു നിർത്താൻ, അതിനെ വർഗീയവൽക്കരണത്തിന് വിധേയമാക്കാൻ വേണ്ടി കടന്നു വന്ന ശക്തികളെ പ്രതിരോധിക്കാൻ അതിശക്തമായ സമരത്തിന് കേരളത്തിൽ എസ് എഫ് ഐ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ശിവപ്രസാദ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിരന്തരം ഒരു ദിവസം 1, 2, 3 പോസ്റ്റ് അങ്ങനെ കൂടുതൽ പോസ്റ്റുകളൊക്കെ ഇടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടൈമിൽ എടുത്ത് നോക്കിയോ? ടൈം എടുത്ത് ശിവപ്രസാദ് തന്നെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എൻ്റെ അക്കൗണ്ട് ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന പോലെ കാണും. അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നത് reel ഇഷ്ടം ഉണ്ടോ? പോലെ കാണും. കുറെ ഫാൻസ് ഉണ്ടല്ലോ ശിവപ്രസാദ്. ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ മീനാക്ഷിയുടെ ഇന്റർവ്യൂ കാണായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ ഓഫീസിൽ തന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെയാണ് ഇപ്പൊ പറഞ്ഞ പോലെ മീനാക്ഷിയുടെ ആ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചിരുന്നോ? ആ ചേട്ടൻ എസ് എഫ് ഐയിലെ ഒരു ചേട്ടനുണ്ടല്ലോ, കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്, ആൾക്ക് അതിൽ ഇഷ്ടമാണ്. നമ്മൾ കണ്ടത് ദീർഘമായ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയ പോർഷനാണ്. ആ പോർഷനകത്ത് ആ കുട്ടി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞ ഒരു ഭാഗമാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അത് സ്വാഭാവികം അതിൽ ഞാൻ പ്രത്യേകമായി എന്തെങ്കിലും ഒന്ന് പറയേണ്ട എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി മീനാക്ഷി എന്ന് പറയുന്ന ഒരു സിനിമാ താരത്തിനെ പോലൊരാൾ, സമൂഹത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഞാൻ പറയുന്ന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങൾ എസ് എഫ് ഐക്കാരെന്ന നിലയിൽ കേരളത്തിനകത്ത് ഉയർത്തുന്ന രാഷ്ട്രീയം ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം സോഷ്യലിസത്തിൻ്റെ രാഷ്ട്രീയമാണ്. സമവായനയുടെ അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തിന് സ്വപ്നം കാണുന്നവരാണ് സോഷ്യലിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ പറയും. മനുഷ്യനെ പരിധികളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന, അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി സ്വപ്നം കാണുന്നവരാണ്, പണിയെടുക്കുന്നവരാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ. ആ സോഷ്യലിസ്റ്റ് ആശയത്തെ സമര മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ചേർക്കുന്നവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും പ്രധാനപ്പെട്ട കേരളത്തിനകത്ത് രാജ്യത്തെ ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷക്കാരും പ്രത്യേകിച്ച് എസ് എഫ് ഐക്കാർ. അത് രാഷ്ട്രീയത്തിന്റെ അപ്പുറം സിനിമ, പുസ്തകങ്ങൾ, വായന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? സിനിമകളൊക്കെ കാണാറുണ്ടോ? ഇന്നലെ രാത്രി ഒരു സിനിമ ഉണ്ട്. തിയേറ്ററിൽ പോയി കാണുന്ന ആളാണോ? ഒരു ഒ ടി ടി കാണാറില്ല. OTT പരമാവധി ഞാൻ ഫോണിൽ സിനിമ കാണുന്ന ശീലം എനിക്കില്ല. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിൽ ചില സീരീസുകൾ കാണും, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നെറ്റ്ഫ്ലിക്സിലും അത്ര ലൈവായില്ല. എൻ്റെ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് കൂടുതൽ ഉപയോഗം. ഓട്ടോ പേ ആയതുകൊണ്ട് അതങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സുഹൃത്തുക്കളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടുതലും ഞാൻ ഏത് ജേണറിലുള്ള ഫിലിംസാണ് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് സാധാരണ സിനിമകളാണ് ഇഷ്ടം. കാമായിട്ടുള്ള സിനിമകൾ കാണാനാണോ ഇഷ്ടം? ഭയങ്കര വയലൻസും അല്ലെങ്കിൽ എല്ലാത്തരം സിനിമകളും കാണും. അങ്ങനെ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല എനിക്കങ്ങനെ. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം ഞാൻ ഭയങ്കര ടേസ്റ്റ് സെൻസിറ്റീവാണ്. അല്ല മറ്റൊരു കാര്യത്തിൽ ഞാൻ അങ്ങനെ പ്രത്യേകതരമായ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. ബുക്കുകളാണെങ്കിലും സിനിമകളാണെങ്കിലും അവൈലബിൾ എന്താണോ അത് കാണുക. ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ട് എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു, ഒരു സിനിമകളിലെ ഡ്രഗ് യൂസിനെ പറ്റിയൊക്കെ, അത് കാണിക്കരുത്, അങ്ങനത്തെ ഡ്രഗ് ഐറ്റംസിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും സ്റ്റുഡൻസിനെ, അല്ലെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അഭിമുഖത്തിൽ കണ്ടിരുന്നു. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞു, പക്ഷെ കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നമുക്ക് കാണിക്കാതിരിക്കാൻ കഴിയില്ല. കഴിയില്ല എന്ന് വെച്ചാൽ നമുക്ക് സിനിമകൾക്കകത്ത് ഇത്തരം ദൃശ്യങ്ങൾ ഒഴിവാക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം സിനിമകളെന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായി സോഷ്യൽ മീഡിയയേക്കാൾ കുറെ കൂടി ഔദ്യോഗികമായ ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ. കാരണം വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കുറേ ആളുകളുടെ അധ്വാനത്തിൽ നിന്ന് വരുന്ന ഒരു കലാസൃഷ്ടിയാണ് സിനിമ. ആ സിനിമ കൊടുക്കുന്ന ഒരു സന്ദേശം ഉണ്ടാവണം ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ, ആ സിനിമ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ വിത്ത് എൻ്റർടൈൻമെൻറ്റ് ദർ ഷുഡ് ബി എ മെസ്സേജ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏറ്റവും മൈന്യൂട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വളരെ വിശാലമായിക്കോട്ടെ, പക്ഷെ ദർ ഷുഡ് ബി എ മെസ്സേജ്.
ആ മെസ്സേജ് ഒരിക്കലും തെറ്റായ ഒരു മെസ്സേജ് ആവാൻ പാടില്ല. കാരണം സിനിമ കണ്ട് അഡിക്റ്റഡ് ആവുന്നവരുടെ ശതമാനം കേരളത്തിൽ കുറവാണെങ്കിലും നമുക്കറിയാം നമ്മുടെ സമീപ സംസ്ഥാനങ്ങളുടെയൊക്കെ സ്ഥിതി നമുക്കറിയാം. സിനിമയോട് എത്രത്തോളമാണ് അഡിക്ഷൻ. അത്രയും അഡിക്ഷൻ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ കാണുന്ന ഒരു സമൂഹവും ഇതിൽ അഭിരമിക്കാൻ ആഗ്രഹിക്കുന്ന, ഇത് അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അത്തരം സിനിമകൾ ചിത്രീകരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ഇത് നമ്മുടെ കുഞ്ഞിനെയും സ്വാധീനിക്കില്ലേ, നമ്മുടെ കുട്ടികളെയും സ്വാധീനിക്കില്ലേ, നമ്മളെ യുവതലമുറയെ, ചെറുപ്പക്കാരെ ആ സ്വാധീനം അവരെ തെറ്റായ വഴിക്ക് നയിക്കുമോ ശരിയായ വഴിക്ക് നയിക്കുമോ? ഈ ഒരു ചിന്ത ഇത് ചിത്രീകരിക്കുന്നവർക്ക് ഉണ്ടാവണമെന്ന അഭിപ്രായക്കാരനാണ്, ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ നമ്മൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നമുക്കിതൊന്നും ഇപ്പോഴത്തെ കാലത്ത് തടഞ്ഞു വെക്കാൻ കഴിയില്ല. റെസ്ട്രിക്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊന്നും കുട്ടികൾ എത്തിപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. നമുക്ക് എന്തിനാണ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയുക? നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇതിനോട് സ്വതന്ത്രമായ ആക്സസ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യമായി ഫോൺ വാങ്ങുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെറിയ കീപാഡ് ഫോൺ എനിക്ക് വാങ്ങിത്തരുന്നത് എനിക്ക് തോന്നുന്നു +2 10ാം ക്ലാസ് കഴിയുന്ന സമയത്താണ് കീപാഡ് ഫോൺ. അത്യാവശ്യം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് കീപാഡ് ഫോൺ. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ, ഒരു ആപ്പിൾ ഫോണിനോട് ആക്സസ് എത്രാമത്തെ നാളെ കിട്ടും? നമ്മുടെ നാട്ടിൽ ആക്സസ് മാറി. പണ്ട് ഐഫോണിന്റെ ഒരു സീരീസ് അമേരിക്കയിൽ ഇറങ്ങിയാൽ 2 വർഷം കഴിയണം ഇന്ത്യയിൽ ആ സീരീസ് എത്തണം. ഇന്ന് അമേരിക്കയിൽ ലോഞ്ച് ആവുന്ന അതേ ദിവസം ഇവിടെ കിട്ടും, ഇന്ത്യയിൽ കിട്ടും. ലോകത്തെ കണ്ടന്റുകൾ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ലോകത്തെ കണ്ടന്റുകൾ എവിടെ നിന്നും ആക്സസ് ചെയ്യാം, ആർക്കും ആക്സസ് ചെയ്യാം, വളരെ സുഗമമായി ആക്സസ് ചെയ്യാം. നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഏറ്റവും അടുത്ത് ലോകത്തെ മുഴുവൻ കണ്ടന്റുകളുണ്ട്. അവർക്കിത് ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ രക്ഷിതാക്കളെക്കാൾ, ഇപ്പോൾ എൻ്റെ രക്ഷിതാവിനേക്കാൾ ഏറ്റവും നന്നായി ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു 5-6 വയസ്സുള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്, അല്ലേ? രാജ്യത്ത്, ലോകത്തുണ്ട്. 5-6 വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ നമ്മളെക്കാൾ എഫിഷ്യൻ്റായി ചിലപ്പോൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ട്. ഏറ്റവും നല്ല ഹാക്കർമാർ ഉണ്ടാവുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 10-നും 20-നും ഇടയ്ക്കാണ് നല്ല ഹാക്കർമാർ ഉണ്ടാവുന്ന ഏജ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് ക്രൈംസ് പരിശോധിച്ചാലും അതും ഗൗരവമാണ്. സോഷ്യൽ മീഡിയക്കകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈംസ്, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈംസ് പരിശോധിച്ചാലും അതിലും ചെന്നുപെടുന്നതും പ്രതികളാവുന്നതും ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിൽ പെടുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ദേർ ഈസ് ആക്സസ് ഉണ്ട്. പക്ഷേ ആക്സസ് ശരിയായ വഴിക്കാണോ തെറ്റായ വഴിക്കാണോ ഉപയോഗിക്കുന്നുണ്ടോ പ്രശ്നം. അവിടെയാണ് നമ്മൾ ഒരു അവബോധം, ഒരു ബോധവൽക്കരണം മെസ്സേജ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതെങ്ങനെ ഉപയോഗിക്കാം? സിമ്പിൾ ആസ് ദാറ്റ്. എങ്ങനെ ഉപയോഗിക്കാം? ഇത് ഇന്ന വഴിക്ക് പോയാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അത് പ്രശ്നം പറഞ്ഞു കൊടുക്കണം. നമ്മളല്ലാതെ പ്രശ്നത്തെ മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രശ്നം പറഞ്ഞു കൊടുക്കണം. ഇന്ന വഴിക്ക് പോയാൽ ഇന്ന പ്രശ്നം ഉണ്ടാവും, ഇന്ന വഴിക്ക് പോയാൽ നിനക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, ഇന്ന വഴിക്ക് പോയാൽ നീ ഇന്ന കുഴികളിൽ ചാടും, നിനക്ക് ഇന്ന പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഇന്ന വഴിക്ക് പോയാൽ നിനക്ക് വലിയ പ്രയാസങ്ങളില്ല, ജീവിച്ചു പോകാം എന്ന ഒരു കാര്യം നമ്മൾ അവരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടോ ബൗണ്ടറി വരച്ചിട്ടൊന്നും ആ ബൗണ്ടറിക്കകത്തൊന്നും പുതിയ ജനറേഷൻ നിൽക്കില്ല. അത് മനസ്സിലാക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഈ ലഹരിയുടെ കേസ് പറഞ്ഞപ്പോഴേ ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം കൂടുന്നു തരത്തിലുള്ള വാർത്തകൾ നമ്മൾ എപ്പോഴും കാണുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ കുട്ടികളിലെ ആത്മഹത്യാ നിരക്കുകളും വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പൊതുവായിട്ട് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഈ സംഘടനയെ അതായത് ഇപ്പം KSU, MSFO, ASFO തുടങ്ങിയ സംഘടന എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നലിപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? കുറച്ചും കൂടി ഫലം കിട്ടുക ആ സമയത്തായിരിക്കില്ലേ? പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞത് ഈ കുട്ടികൾക്ക് ആത്മഹത്യാ പ്രവണത നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഇന്റർവ്യൂ കാണുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്നാൽ അവർ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൊണ്ടുപോകും. ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏതാണ്? തൊട്ടടുത്തില്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആണെങ്കിലും കൊണ്ടുപോകും, അല്ലേ? അപ്പം തന്നെ അല്ലെങ്കിൽ അടുത്തടുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു പാരസെറ്റമോളെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അതേ കുട്ടി നമ്മൾ ഇന്നത്തെ രക്ഷിതാക്കളോട് എനിക്ക് ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ നമ്മുടെ രക്ഷിതാക്കളോ നമ്മുടെ അധ്യാപകരിൽ തന്നെ ചെറിയൊരു ശതമാനം, വലിയൊരു ശതമാനം ഞാൻ പറയുന്നില്ല, അങ്ങനെ ഇപ്പം മനസ്സിലാക്കി പെരുമാറുന്ന അധ്യാപകരുണ്ട്, ചെറിയൊരു ശതമാനമോ തയ്യാറാവുന്നുണ്ടോ എന്നത് വളരെ ആത്മപരിശോധനയായി മലയാളികൾ, ഞാൻ പറഞ്ഞത് കേരളത്തിലാണ് ഞാൻ പറഞ്ഞത്, മലയാളികൾ തയ്യാറാവേണ്ട കാര്യം. കാരണം മലയാളികൾ സാക്ഷരതയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവർ നമ്മളെല്ലാവരും. പക്ഷേ മെൻ്റൽ അല്ലെങ്കിൽ മാനസികമായ ഒരു സാക്ഷരത, മെൻ്റൽ ലിറ്ററസിയിൽ, ഒരു സൈക്കോളജിക്കൽ ലിറ്ററസിയിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഗൗരവമായി മലയാളികൾ ആത്മവിശ്വാസം, ഞാൻ ഉൾപ്പെടെയുള്ള, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആത്മവിശ്വാസം. നമുക്ക് ട്രോമ
അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികമായ ഒരു പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് തമാശയാണ്. എത്രയോ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടന്നത്. ആ ആത്മഹത്യ ചെയ്യപ്പെട്ട ആള് കേൾക്കാൻ അവസാന നിമിഷം ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ തടയാൻ കഴിയുമായിരുന്നു. അയാളുടെ പ്രയാസം മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ തടയാൻ കഴിയുമായിരുന്നു. അയാൾ ഡിപ്രഷനാണെന്നോ അയാൾക്ക് മാനസിക പ്രയാസം ഉണ്ടെന്നോ പറഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തടയാൻ കഴിയുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് മഹാപരാധമല്ലാതെ എന്ന് മാറുന്നു ആണല്ലോ. അങ്ങനെയാണല്ലോ പ്രശ്നം. ഒരാൾ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ അവൻ വട്ടനായി, അവൻ ഭ്രാന്തനായി. അതൊരു ചെറിയ പനിക്ക് ഫിസിഷ്യനെ കാണുന്നത് പോലെ ഉള്ളൂ എന്ന് നോർമലൈസേഷൻ എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ, അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോഴേ നമ്മുടെ മെൻ്റൽ വെൽനെസ് വർദ്ധിക്കുന്ന ആയിരിക്കും. കാരണം കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ വ്യത്യസ്തമാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ വിദ്യാർത്ഥികളുമായി ധാരാളം ഇടപെടുന്ന ആളാണ്. ഇപ്പോഴത്തെ ജനറേഷനുമായി ധാരാളം സംസാരിക്കുന്നതാണ്. അവരുടെ ജീവിത രീതി, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യത്യസ്തമാണ്. അവർക്ക് ഒരു പക്ഷേ മിണ്ടാൻ ആളില്ലാത്തയാവും പ്രശ്നം. രക്ഷിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകും. രണ്ടുപേരും ജോലിക്ക് പോയാൽ വീട്ടിൽ ഒറ്റയ്ക്കാണ്. പിന്നെ ആരാണ് ആ കുട്ടിയുടെ കൂട്ട്? പിന്നെ ആ കുട്ടിയുടെ കൂട്ട് സ്വാഭാവികമായ ഫോണാണ്. ആ ഫോണിൽ ആ കുട്ടി എന്താണ് ആക്സസ് ചെയ്യുന്നത്? ആ കുട്ടി ആക്സസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എന്താ ആക്സസ് ചെയ്യുന്നത്? റീലായിരിക്കാം. റീൽ കാണുമ്പോൾ റീലിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവാം. ആ ഇഷ്ടപ്പെടുന്ന ആളുമായി ചിലപ്പോൾ ഒരു പക്ഷേ ആ കുട്ടി കോൺവെർസേഷനിൽ ഏർപ്പെടാം. അങ്ങനെ കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായി അവർ തമ്മിലൊരു അടുപ്പത്തിലാവാം. അങ്ങനെ അടുപ്പത്തിലാവുമ്പോൾ എല്ലാ അടുപ്പങ്ങളും നന്നാവണമെന്നില്ല. അത് എവിടേക്കൊക്കെ ചെന്നെത്താം. നല്ല അടുപ്പങ്ങളുണ്ടാവും, നല്ല സൗഹൃദങ്ങളുണ്ടാവും. അത് ആ വഴിക്ക് അങ്ങനെയും പോകും. അപ്പോൾ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരോടുള്ള അപ്രോച്ചാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ മാറ്റം വരണം. അവരുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. ചിലപ്പോൾ കൗൺസിലർ വേണ്ടി വരില്ല, നല്ലൊരു കൂട്ടുകാരൻ മതി, ഒരു കൂട്ടുകാരി മതി, ഒന്ന് മനസ്സോർന്ന് സംസാരിച്ചാൽ മതി. സംസാരിച്ച് തീരാന്ന് പ്രശ്നമേ ഉള്ളൂ. ചിലപ്പോൾ ഒരുമിച്ച് പോയിട്ട് ഒരു ഷവർമയോ ഷവായോ കഴിച്ചാൽ മതി. അല്ലെ ഇപ്പൊ ട്രെൻഡ് സൈലബാനാണല്ലോ. സൈലബാനിൽ പോയിട്ട് ചോക്ലേറ്റ് ബോംബ് കഴിച്ചാൽ മതി. ആ തീരാന്ന് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ശിവപ്രസാദിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പറയുന്ന അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടോ? ഞാൻ അങ്ങനെ ഓപ്പണായി സംസാരിക്കുന്ന ഒരാളല്ല. ഇൻട്രോവേർട്ട്. അതായത് നമ്മുടെ ഇത്രയും സംസാരിക്കുന്ന എന്നെ അറിയാവുന്നവർ നിങ്ങൾ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഓടിക്കും. ഞാനങ്ങനെ പേഴ്സണലായി അങ്ങനെ ഒരുപാട് ഓപ്പൺ മൈൻഡഡായി സംസാരിക്കുന്ന ഒരാളല്ല. അങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊന്നും ഇല്ലേ? ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ സംസാരിക്കും. പക്ഷെ അങ്ങനെ എപ്പോഴും നിരന്തരമായി ഇങ്ങനെ സംസാരിച്ച് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഈ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വെച്ചതാണ്. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളിലെ ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദങ്ങളുണ്ടോ? മറ്റ് രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് പോയി സൗഹൃദം സ്ഥാപിക്കാറില്ല. തുടർന്ന് വരുന്ന സൗഹൃദങ്ങൾ തുടർന്നു പോകാറുണ്ട്. തുടർന്ന് വരുന്ന സൗഹൃദങ്ങൾ തുടർന്നു പോകാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരോടെല്ലാം വ്യക്തിപരമായ സൗഹൃദമുണ്ട്. പൊളിറ്റിക്കലായ അഭിപ്രായ വ്യത്യാസം അതേപടി നിലനിർത്തിക്കൊണ്ട്. ഈ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ മറ്റ് സംഘടനകളിലെ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചാനൽ ചർച്ചയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഘോരഘോരം പറയുക, അടിവിടുക, അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുക. അതിനപ്പുറത്തേക്ക് അത് ആ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കും? ജസ്റ്റ് മുഖം തിരിച്ച് പോകാണോ അല്ലെങ്കിൽ കൈ കൊടുത്ത് പിരിയാണോ? പലപ്പോഴും നിങ്ങളുടെ ഇൻ്റർവ്യൂകൾ, നിങ്ങളുടെ ചാനൽ ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തിരുന്നിട്ടാണല്ലോ ഇപ്പോൾ ചാനൽ ചർച്ച. അപ്പോൾ നേരിട്ട് കാണാനുള്ള അവസരം, നേരിട്ട് കാണുമ്പോൾ കണ്ട് കഴിഞ്ഞാൽ ചിരിക്കും, ഒന്ന് കൈ കൊടുക്കും, പോവും. അപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണോ അതോ ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാം. ആവശ്യത്തിനാണല്ലോ നമ്മൾ സംസാരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം കേസുവിനെ വിളിച്ചു. അവർ വന്നില്ല. കേസുവിനെ വിളിച്ചു. അപ്പോൾ വിളിക്കുന്നതിനകത്ത് പ്രയാസമൊന്നുമില്ല. കാണുമ്പോൾ വിഷ് ചെയ്യാറുണ്ട്, സംസാരിക്കും. അപ്പുറമായി അപ്പുറത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായതുകൊണ്ട് വ്യക്തിപരമായ സൗഹൃദം സ്ഥാപിക്കണമെന്ന ചിന്താഗതിയിൽ ആരും സമീപിക്കാറില്ല. KSUവിനെ വിളിച്ചു വന്നില്ല. അതുപോലെ KSU ഏതെങ്കിലും ഒരു സമരവുമായി ബന്ധപ്പെട്ട് SFIനെ വിളിക്കുകയോ പോവാതിരിക്കുകയോ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? KSU ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളായ ശേഷം വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നാളുകളിൽ അങ്ങനെ വിളിച്ചാൽ പോകും. അത് വിഷയാധിഷ്ഠിതമാണ്. പിന്നെ KSUവിനുള്ളത് കേവലം രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. അത് പൊളിറ്റിക്കലി പേഴ്സണലായ ഒരു പ്രശ്നമാണ് KSUമായിട്ടുള്ളത്. പൊളിറ്റിക്കലി പേഴ്സണലായ പ്രശ്നമാണ്. അത് പേഴ്സണൽ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അത് പൊളിറ്റിക്കലി പേഴ്സണൽ തന്നെ. എൻ്റെ കാരണം ജനുവരി മാസം 10-ാം തീയതി ഞാൻ ഇടുക്കിയിലും സഞ്ജീവ് കണ്ണൂരുകാരും ധീരജിൻ്റെ രക്തസാക്ഷി ദിവസമായി. ധീരജ് ഉൾപ്പെടെ 12 പേർ
കേരളത്തിലെ ക്യാമ്പസുകൾ SFIക്കാരായതിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയത് KSU യൂത്ത് പ്രസിഡന്റിനാണ്. അപ്പോൾ അവരോട് സ്വാഭാവികമായി പൊളിറ്റിക്കലായി ഞങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം പേഴ്സണലാണ് എന്നല്ലാതെ വേറെ എന്താ പറയാൻ കഴിയും. ധീരജിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെടും. ഇന്നും ധീരജിൻ്റെ അച്ഛനും അമ്മയും വളരെ പ്രയാസത്തോടെ സങ്കടത്തോടെ ജീവിക്കുന്നു. കോൺഗ്രസ്സുകാരനായിരുന്നു ധീരജിൻ്റെ അച്ഛൻ. അത് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ മാനസിക പ്രയാസം ഉണ്ടാകുന്നു. ഒരു കുട്ടി ക്യാമ്പസിൽ കൊലയപ്പെടുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വിശ്വസിക്കുന്നവർ പല ചരിയിലേക്ക് പോയില്ലേ. അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുക, അവരെ ജയിപ്പിക്കാനുള്ള പരിശ്രമം നടത്തും. അതിനപ്പുറം എന്ത് തെറ്റാ ധീരജ് ചെയ്ത്? SFIയുടെ ജനാധിപത്യത്തിന് സൗന്ദര്യമില്ല എന്നാണ് ചിലർ വിമർശിക്കുന്നത്. ഞങ്ങളുടെ സൗന്ദര്യമാണ് ഞങ്ങളുടെ കൈ കൊണ്ട് ഒരാളും കൊലയപ്പെടാൻ. 35 പേർ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴും കേരളത്തിലെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൈ കൊണ്ട്, SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ നിരുപാധികം വേട്ടയാടപ്പെട്ടവരാണ്. ധീരജിൻ്റെ അമ്മ ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാണ്, ഇങ്ങനെ എത്ര അമ്മമാരുടെ കണ്ണീര് കാണാൻ വിധിക്കപ്പെട്ടവരാണ് മക്കളെ നിങ്ങൾ. ഇങ്ങനെ എത്ര അമ്മമാരുടെ കണ്ണീര് കാണാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങളെന്നാണ്. ഇങ്ങനെ സമരങ്ങളുടെ കാര്യം പറയുമ്പം ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത പ്രതിഷേധങ്ങളൊക്കെ നടത്തി ജയിലിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ? എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ടോ അതിനെപ്പറ്റി? രസകരമായിട്ടുള്ള ഓർമ്മകൾ, അതായത് രസകരമായ ഓർമ്മകൾ. ഞാൻ റിമാൻഡിൽ പോയിട്ടില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിലായി റിമാൻഡിൽ പോയിട്ടില്ല. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി സഖാവ് PS സഞ്ജീവ് ഉൾപ്പെടെ 24 പേരാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എന്താണ് SFIയുടെ സമരം ചോദിച്ചല്ലോ അല്ലേ? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ SFIയുടെ സമരമാണ്. 24 പേർ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ജയിലിൽ കഴിയേണ്ടി വന്നത്. സ്ത്രീകളും ഈ രാഷ്ട്രീയ മേഖലയിൽ ആക്റ്റീവായിട്ട് സ്ത്രീകളുള്ളൊരു മേഖലയാണ് കേരളം. കേരളത്തിലെ SFIയിലും KSUയിലും യൂത്ത് കോൺഗ്രസിലും DYFIയിലും CPIMലും ഒക്കെ ആയിട്ട് സ്ത്രീകൾ ആക്റ്റീവാണ്. സ്ത്രീകൾ എത്രത്തോളം സേഫാണ്? അതിനകത്ത് നമ്മൾ കാണേണ്ടത് അങ്ങനെ അല്ല എന്നൊരു പ്രതീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ കാരണം ഇപ്പോൾ അടുത്തിടയ്ക്ക് കേരളത്തിനകത്തുണ്ടായ വലിയ സംഭവവികാസങ്ങളും കോളിളക്കങ്ങളുമാണ്. അതിനകത്ത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരാളെ രൂപപ്പെടുത്തേണ്ടതെന്നതാണ്. എങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തേണ്ടതെന്നുള്ളതാണ്. സ്വാഭാവികമായി പല സ്ഥാനങ്ങളിലേക്ക് നമ്മൾ പലരെയും പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം എന്താവണം? ഇപ്പോൾ ഞാൻ ഓർത്തെടുക്കുന്നത് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ശ്രീ എബിൻ വർക്കി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. പൊതുവിൽ കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA ഈ പരാതിയുടെ പേരിൽ ഒഴിവാക്കപ്പെടുമ്പോൾ KSUവിൻ്റെ പ്രസിഡൻ്റായി പരിഗണിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്നതാണ്. എബിൻ വർക്കിയുടെ തന്നെ ഒരു മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് ഞാൻ മാറ്റി നിർത്തപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ മാറ്റിയത്? എൻ്റെ മതമാണോ പ്രശ്നം എന്ന് ചോദിക്കേണ്ടി വരികയാണ്. എൻ്റെ മതമാണോ പ്രശ്നമെന്ന് ചോദിക്കേണ്ടി വരികയാണ്. അപ്പം അങ്ങനെ പരിഗണന വലതുപക്ഷത്തിനകത്ത് കൂടുതലാണ്. അത്തരം പരിഗണനകളുടെ ഭാഗമായി കടന്നു വരുമ്പോൾ കുറുക്കുവഴികളിലൂടെയാണ് പലരും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വലതുപക്ഷത്തിൻ്റെ ഭാഗം കടന്നു വരുന്നത്. അപ്പോൾ കുറുക്കുവഴികളിലൂടെ കടന്നു വരുന്നവർ സ്വാഭാവികമായി കുറുക്കുവഴികളിലൂടെയാണ് അധികം സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചില തെറ്റായ പ്രവണതകൾ, വാർത്തകൾ അടുത്ത കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിനോ മണ്ഡലത്തിനോ അംഗീകരിക്കാൻ കഴിയാത്ത വരുന്നത്. പക്ഷേ കേരളം അങ്ങനെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു പ്രദേശമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ SFI സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് K അനുശ്രീ ആയിരുന്നു. സഖാവ് K അനുശ്രീ ഈ സംസ്ഥാനത്ത് പോകാത്ത ഒരു ഏരിയ കമ്മിറ്റി ഇല്ല. സഖാവ് K അനുശ്രീ ഈ സംസ്ഥാനത്ത് പോകാത്ത ക്യാമ്പസുകൾ വളരെ ചുരുക്കമാണ്. സഖാവ് K അനുശ്രീക്കൊപ്പം ഒരാൾ യാത്ര ചെയ്തിട്ടില്ല, ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഞങ്ങളാരും അങ്ങനെ ആളും കൂട്ടി യാത്ര ചെയ്യുന്നവരല്ല. ഞങ്ങൾ എവിടെ പോകണമെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. പരമാവധി ഞങ്ങൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുക. പിന്നെ ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും, ഒരുമിച്ച് പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര, ട്രെയിനിലും ബസ്സിലാണ്. K അനുശ്രീയുടെ ഒരു പ്രത്യേകത ട്രെയിൻ യാത്രയേക്കാൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. KSRTC ബസ്സാണ് K അനുശ്രീ കൂടുതലായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ബസ്സിലാണ്. ഒരു പെൺകുട്ടിക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും SFI വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ യാത്ര ചെയ്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഈ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കുകയും വർഗീയതയ്ക്കെതിരെ പോരാടുകയും ചെയ്യുന്നു എന്നുള്ളൊരു നിലപാടാണല്ലോ. അങ്ങനെ നിൽക്കുന്ന അതേ സമയത്താണ് സജി ചെറിയാൻ്റെയും AK ബാലൻ്റെയും ഒക്കെ പ്രസ്താവന വളരെയേറെ ചർച്ചയായതും വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചത്. അതേ നിലപാടിൽ നിൽക്കുമ്പോഴും വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് പോവുകയാണ്. എങ്ങനെയാണ് അത് തമ്മിൽ മാച്ചായി പോവാന്നുള്ളതിലൊരു സംശയം നിലനിൽക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ
എങ്ങനെയാണ് നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ അവിശ്വസിക്കാൻ കഴിയുന്നത്? എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരു പ്രസ്താവന എടുത്തിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആകെ പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുകയല്ലോ ചെയ്യേണ്ടത്. അല്ല, ഏതെങ്കിലും ഒരു സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവന എന്ന് ഞാൻ പറയുന്നതിൽ അതിലേക്ക് വരാം. എങ്ങനെയാണ് ഇടതുപക്ഷത്തെ വർഗീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് അവിശ്വസിക്കാൻ കഴിയുന്നതാണെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ, വർത്തമാനകാല ഇന്ത്യയിലേക്ക് നോക്കിയാൽ, വർഗീയതയ്ക്കെതിരായ നിതാന്ത ജാഗ്രതയോടുള്ള പോരാട്ടം നയിക്കുന്നത്, നിലപാട് സ്വീകരിക്കുന്നതിൽ ഇടതുപക്ഷത്തോളം കറതീർന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഞാൻ വളരെ ഹൃദയം തുറന്ന് ചോദിക്കാം, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? കേരളത്തിലെ കോൺഗ്രസ്സുകാർ മതനിരപേക്ഷയുടെ കുപ്പായം ഇലക്ഷൻ ആകുമ്പോൾ ഇപ്പോഴത്തണിഞ്ഞ് വളരെ നല്ല സുന്ദരക്കുട്ടപ്പന്മാരായി നമ്മൾ മുന്നിൽ അവതരിക്കുന്നുണ്ട്. നല്ല കാര്യം, സന്തോഷം. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? അവിടെ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് അല്ലേ? ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസ് ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നത്? ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ആ കോൺഗ്രസ്സിന് വർഗീയതയോടുള്ള സമീപനം എന്താണ്? രാജ്യത്തെ ചരിത്രത്തിൽ വർഗീയതയോട് ഇത്രയേറെ സന്ധി ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസ് അല്ലാതെ നിങ്ങൾക്ക് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും? നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതല്ലേ? 47 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ചരിത്രം ഇന്നോളം എടുത്ത് നോക്കിയാൽ RSS എന്ന ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകർക്ക് രാജ്യത്ത് സർവതന്ത്ര സ്വതന്ത്രരായി വർഗീയത പറയാൻ അവസരമൊരുക്കി കൊടുത്ത രാജ്യത്തെ ഭരണവർഗം ഏതായിരുന്നു? ഒന്നാമത്തെ ചോദ്യം. അവിടുന്നാണ് തുടങ്ങേണ്ടത്. RSS വളർന്നു നമ്മൾ ജാഗ്രതയോടെ കാണണം എന്നാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നത്. ആ വളരാനുള്ള സാഹചര്യം ഒരുക്കിയതാരാ? 992 രാജ്യത്തിന് മറക്കാൻ കഴിയുന്നതാണോ? ആ 992 ഡിസംബർ മാസം 6-ാം തീയതി രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കേറ്റ ഏറ്റവും വലിയ കളങ്കമായ ബാബറി മസ്ജിദിൻ്റെ തകർച്ച ഇന്ത്യക്ക് മറക്കാൻ കഴിയുന്നതാണോ? ആ തകർച്ച ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഈ ചോദ്യം എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നു? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഒരു ഭാഷയിൽ ഏതെങ്കിലും ഒരു വാക്കിൽ സ്റ്റോപ്പ് ദിസ് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ? പലരുടെയും ഇംഗ്ലീഷ് ഭാഷയിൽ ചില പോരായ്മ സംഭവിക്കുമ്പോൾ കേരളത്തിനകത്ത് ഉൾപ്പെടെ കോൺഗ്രസ്സുകാരും ലീഗുകാരും ആവേശത്തോടെയാണ് കളിയാക്കാറ്. ആവേശമാണ്, ഭയങ്കര ആവേശമാണ്. 18 ഭാഷയിൽ സ്വന്തം മാതൃഭാഷയിലെങ്കിലും ഒന്ന് നിർത്തൂ എന്ന് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ ഒന്ന് രാജ്യത്തെ പട്ടാളത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് ഉണ്ടാകുമായിരുന്നു. ആ ബാബറി മസ്ജിദ് പൊളിക്കാൻ RSSന് അവസരം കൊടുത്തില്ലായിരുന്നെങ്കിൽ രാജ്യത്ത് സംഘപരിവാരം വർഗീയത ശക്തിപ്പെടുമായിരുന്നോ? സഖാവ് സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനകളുടെ പശ്ചാത്തലം എന്താണ്? സജി ചെറിയാൻ സഖാവ് നടത്തിയ പ്രസ്താവനയ്ക്കകത്ത് ചില വാക്കുകളുണ്ടായ ചെറിയ പിശകുകൾ പാർട്ടി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ആ നിലയിൽ തന്നെ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഉയർത്തിയ ആശയം എന്താണ്? സഖാവ് AK ബാലൻ ഉയർത്തിയ ആശയം എന്താണ്? ആ ആശയം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രചരണം നിങ്ങൾ പരിശോധിച്ചു. മൂന്നാമതൊരു ഭരണം ഉണ്ടാവുന്ന തന്നെയാണ് അപ്പോൾ ശിവപ്രസാദ് പ്രതീക്ഷിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളെ ഒരു വ്യാജ പ്രചരണം കൊണ്ടും മറികടക്കാൻ കേരളത്തിൽ ആർക്കും സാധിക്കില്ല. അതിനുള്ള യന്ത്രമൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആത്മവിശ്വാസത്തോടെ പറയാം, മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളെ മറികടക്കാനുള്ള യന്ത്രങ്ങളൊന്നും കേരളത്തിനകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ചില ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. എന്താ ഓർമ്മപ്പെടുത്തൽ എന്ന് വെച്ചാൽ, 10 വർഷക്കാലം മുമ്പത്തെ കേരളം എന്തായിരുന്നു അല്ലേ? ഇപ്പോൾ കേരളത്തിനകത്ത് വലതുപക്ഷം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം, ഈ കേരളം കൈവരിച്ച വികസന നേട്ടങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ടൊരു കാരണം വലതുപക്ഷം കൂടിയാണല്ലോ എന്നതാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഭാഗം. ഇപ്പോൾ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് വെച്ച് നോക്കിയാൽ 2000, അതിന് പിന്നിലേക്ക് പോകണ്ട, 2000-ന് ശേഷം 2001-ലാണെന്ന് തോന്നുന്നു AK ആൻ്റണി അധികാരത്തിലേക്ക് എത്തിച്ചത്. ആ ഗവൺമെൻറ്റിനെ ഒന്ന് കണ്ണടച്ചോർത്താൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താ? AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള സംഘർഷമല്ലേ? ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടല്ലേ? 2001 മുതൽ 6 വരെയുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഓർത്തെടുത്താൽ AK ആൻ്റണി ഉമ്മൻചാണ്ടിയുടെ സംഘർഷം. AK ആൻ്റണിയുടെ കസേര തെറിപ്പിക്കുന്നു, ഉമ്മൻചാണ്ടി വരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ഭരണനേട്ടം ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിനുണ്ടോ? UDF-നുണ്ടോ? 2011 മുതൽ 2016 വരെ UDF ഭരണം എടുക്കുക. പറയാൻ തുടങ്ങിയ ഈ ഇൻ്റർവ്യൂ മതിയാവും UDF-കാരൻ്റെ ഭരണത്തെപ്പറ്റി? വിദ്യാർത്ഥി മേഖലയെപ്പറ്റി മാത്രം പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ പോലെ, ഒരു നിഘണ്ടു തന്നെ കേരളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ റബ്ബേ എന്ന് വിളിച്ചത് ഈ കേരളത്തിനകത്ത് സാധാരണപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ? സ്നേഹത്തോടെ അല്ലല്ലോ വിളിച്ചത്, ആണോ? ഇത് പക്ഷെ മറന്നുപോയി. അത് ഓർമ്മപ്പെടുത്തണം. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, ഞങ്ങൾ ഓർമ്മപ്പെടുത്തും.